അപ്പം നമുക്ക് ഊണ് കഴിച്ചാലോ? ഊണ് കഴിക്കാൻ ടൈമായാലേ. അപ്പോൾ എനിക്കിന്ന് ചോറിവിടെ ആവശ്യത്തിന് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ചുമന്ന കളറില്ല, അതെന്താണെന്നറിയോ? നമ്മൾ അച്ചാർ തീർന്ന കുപ്പി മേടിച്ച് കുറച്ച് ചോറ് അടിയിലുണ്ട്, അത്. പിന്നെ ഇനി നമ്മുടെ കറി ഇത് നല്ല മീൻ കറിയാണ്. ഇത് മാങ്ങയൊക്കെ ഇട്ട്, ഇന്നലത്തെ മീൻ കറിയാണ്, തീരാറായതാണ്. മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച് നല്ല മീൻ കറിയാണ്. ഇത് ഇനിയിപ്പോൾ ഇച്ചിരി ഉള്ളൂ, നമ്മൾ ഫുള്ള് എടുക്കുകയാണ്. ഇനി ഇതിരിക്കില്ല, അതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചാലേ അത് ഫുള്ളെടുത്ത് ഇനി ഇത് കഴുകി വെക്കണം. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കരുത് കറിയാണെന്ന്. ഇതെന്തോ സംഭവം എന്നറിയോ? ഞാൻ ഓട്സിൻ്റെ അട വീണ്ടും ഉണ്ടാക്കുകയാണ്, കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത്. ഇതിലേക്ക് ബട്ടർ ആദ്യം ഒഴിച്ചിട്ട്, ഈ ചട്ടിയിലേക്ക് ബട്ടർ ആദ്യം ഒഴിച്ചിട്ട്, ഞാൻ പറഞ്ഞ ചുക്കാപ്പിയുടെ ആ ഒരു കട്ടയില്ലേ, ശർക്കര പോലെ ഇരിക്കുന്ന, അത് ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ആ കട്ട ശരിക്കും അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ഓട്സും പഴവും കുറച്ച് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിങ്ങനെ വരട്ടുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക, അതൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ആ മിക്സ്ചറാണത്. അപ്പോൾ ഇതിങ്ങനെ ഇന്ന് ആക്കിക്കൊണ്ടിരിക്കുക. ആയി വരുന്നുണ്ട്, ഏകദേശം ആയതാണ്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി ആറിക്കഴിയുമ്പോൾ നമ്മൾ അട ചൂടുകയാണ് വീണ്ടും. പിന്നെ ഇത് മുരിങ്ങയിലക്കറി, മുരിങ്ങയിലയല്ല, ചീര. ഇത് കൂടുതലുണ്ടായിരുന്നു, ഇന്നലെ കഴിഞ്ഞ ദിവസം വെച്ചായിരുന്നു, കൂടുതലുണ്ട്. അപ്പോൾ ഇതും നമ്മളിന്ന് കഴിക്കുന്നു. ഇന്നും കൊണ്ടും ഇത് തീരില്ലെന്ന് തോന്നുന്നു, എന്നാലും നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും, കളയാൻ പാടില്ലല്ലോ. പിന്നെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്നുണ്ട്, അതാണ്ടേ മുരിങ്ങയില എടുത്ത് വെച്ചേക്കുന്നു. ഇത് ഇനി ഉണ്ടാക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉണക്കമീനാണ്. ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, ഞാൻ പോയി ചോറിനട്ടെ, ബൈ. പിന്നെ ഇന്ന് ചോറിന് ശേഷം വേറൊരു ഐറ്റം കൂടെ ഉണ്ടേ. ഞാൻ ചോറിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും ഇതിന് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമെന്ന് എനിക്ക് ഇച്ചിരി ആഗ്രഹം കൂടുതലാണ്. അപ്പം ഇന്ന് നല്ലൊരു ഐറ്റം, എൻ്റെ ഫേവറേറ്റ് ഐറ്റം കാണിക്കട്ടെ. നല്ല പഴുത്ത, ഇത് അടുത്ത വീട്ടിലെ ചേച്ചി വന്നാൽ, ഞങ്ങളുടെ വീട്ടിലുണ്ടായതല്ല, പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത്രേ തന്നുള്ളൂ, ഇനിയും വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ചോദിക്കുക? ഇത് കണ്ടോ, നല്ല മണം, നല്ല സ്മെല്ലാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു ഇത്ര നേരം, ലഞ്ച് കഴിഞ്ഞിട്ട് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഡെസേർട്ട് പോലെ നല്ല സ്വീറ്റായിട്ട് കഴിക്കുന്നത്. അപ്പം ശരി, ഞാൻ കഴിക്കട്ടെ.